പറയാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ പോലെ ഇനിയൊരു ആൾക്കാർ ചതിക്കപ്പെടരുത്. പക്ഷേ ഞാൻ അവർക്ക് വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈ എന്ന് വെച്ചാൽ ഇന്നലെ കണ്ടതൊക്കെ മെസ്സേജ് അയച്ചിട്ട് ആകുമെന്ന് അയച്ചു. ഓക്കെ ലാസ്റ്റ്. ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ രണ്ടാമത്തെ വിവാഹവും വിവാദമായിരുന്നു. കല്യാണ തീയതി നിശ്ചയിച്ച് ഒരുക്കങ്ങൾ നടന്നു വരുന്നതിനിടയിലായിരുന്നു നന്ദന ഇറങ്ങിപ്പോയത്. വീഡിയോയിലൂടെയായി എല്ലാവരും പിന്നീട് സംസാരിച്ചത് ഇതേക്കുറിച്ചായിരുന്നു. മകൾക്ക് മറുപടിയുമായി അച്ഛനും അമ്മയും സഹോദരിയുമെല്ലാം എത്തിയിരുന്നു. കല്യാണം ആലോചിച്ചു തുടങ്ങിയത് മുതലുള്ള വിശേഷങ്ങൾ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലി പങ്കിടുന്നുണ്ടായിരുന്നു. നന്ദൂസ് വ്ലോഗിലൂടെ ആയിരുന്നു ഇടയ്ക്ക് നന്ദനയും ഗോകുലിനെ കുറിച്ച് വാചാലയായത്. എൻഗേജ്മെന്റ് വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു. കല്യാണം ഗംഭീരമായിരിക്കുമെന്നും ഇവരെല്ലാം പറഞ്ഞിരുന്നു. തുളസിമാലയണിഞ്ഞ് ഗോകുലിനൊപ്പം നിൽക്കുന്ന നന്ദനയുടെ ചിത്രങ്ങളായിരുന്നു ആദ്യം പുറത്തു വന്നത്. ഇതെന്താണ് ഇങ്ങനെയൊരു കാര്യമെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. പിന്നീട് അങ്ങോട്ട് വ്ലോഗിലൂടെയായി എല്ലാവരും ഇതേക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. സോഷ്യൽ മീഡിയ ഇത് ആഘോഷവുമാക്കിയിരുന്നു. അന്ന് അങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഇങ്ങനെയൊരു വിവാഹമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. വൈകാതെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടത്തും. എല്ലാം ഏട്ടനും ഫാമിലിയുമാണ് ചെയ്യുന്നതെന്ന് മാത്രമെന്നും നന്ദന പറഞ്ഞിരുന്നു. ശനിയാഴ്ചയായിരുന്നു റിയൽ വിവാഹവും റിസപ്ഷനും നടന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. നേരത്തെയുള്ള മഞ്ഞച്ചരട് മാറ്റി സ്വർണ്ണമാലയിൽ താലി കൊരുത്ത് അണിയിക്കുകയായിരുന്നു ഗോകുൽ. ഗോകുലിന്റെ അച്ഛനായിരുന്നു കൈപിടിച്ചു കൊടുത്തത്. ഇപ്പോഴാണ് ശരിക്കും കല്യാണം നടന്നത്. സന്തോഷമായി എന്നായിരുന്നു എല്ലാവരും പ്രതികരിച്ചത്. ഇതിനെ തുടർന്ന് അമ്മയും അച്ഛനും ചേച്ചിയുമൊക്കെ വരുമോ എന്നുള്ള ചോദ്യത്തിന് നന്ദന ഇല്ല എന്നുള്ള ഉത്തരവും മീഡിയയിലൂടെ അറിയിച്ചിരുന്നു. ജീവിതകാലം മുഴുവനുള്ള സ്നേഹവും പുഞ്ചിരിയും എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു നന്ദനയും ഗോകുലും വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത്. എല്ലാം സൂപ്പറായിട്ട് ഈ സന്തോഷം എന്നും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നായിരുന്നു നിരവധി കമന്റുകളും വന്നത്.